ധർമ്മദൈവം പരിത്യജ്യ യോന്യദൈവം സമാശ്രയൻ ജലാർത്ഥി ജാഹ്നവീതോയെ പൂവം കനതി ദുർമതി. ഇത് അത്രി സ്മൃതിയിലുള്ളൊരു സ്തോത്രമാണ്. എല്ലാ വ്യക്തികൾക്കും ഒരു കുടുംബ ദേവതയുണ്ടാവും. അതാണ് സർവ്വതും. ആ ധർമ്മദൈവത്തെ ആശ്രയിച്ച് തന്നെ വേണം ജീവിതം മുന്നോട്ട് പോകാൻ. ആ ധർമ്മദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ധർമ്മദൈവം പരിത്യജ്യ യോന്യദൈവം സമാശ്രയൽ, യാ അന്യദൈവം വേറൊരീശ്വരനെ ഭജിച്ചാൽ ഗംഗയുടെ തീരത്ത് ജലത്തിന് വേണ്ടി കിണർ കുത്തുന്ന പോലെ വ്യർത്ഥമാണ് എന്ന് പറഞ്ഞു എന്നാണ്. അവനവൻ്റെ ധർമ്മദൈവത്തെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ദേവനെയും ആശ്രയിക്കാൻ പാടില്ല എന്നാണ് നിയമം. അങ്ങനെ ആശ്രയിക്കുന്നത് തെറ്റ് തന്നെയാണെന്നാണ്. ഈ ധർമ്മദൈവം തന്നെയാണ് എല്ലായിടത്തും പ്രകാശിച്ചിരിക്കുന്നത്. ഗുരുവായൂരായാലും ചോറ്റാനിക്കരയായാലും ശബരിമലയായാലും എല്ലായിടത്തും നമ്മൾ പോകുന്നുണ്ട്, ആ ദേവനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ നല്ലതാണ്. പക്ഷേ അപ്പോഴൊക്കെ ചിന്തിക്കേണ്ടത് ഈ ഞങ്ങളുടെ ധർമ്മദൈവമായിരിക്കുന്ന ഈ ഭഗവതി തന്നെയാണ് എല്ലായിടത്തും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ധരിക്കണം ആദ്യം. അങ്ങനെ ധരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ധർമ്മദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ചെല്ലുന്നു, തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ കഴിക്കുന്നു, പ്രസാദം സ്വീകരിക്കുന്നു, നമ്മൾ പോകുന്നു. ധർമ്മദൈവം എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, ധർമ്മദൈവങ്ങളെ ആശ്രയിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഫലം വരുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും വളരെ പരിമിതമായിരിക്കും. ക്ഷേത്രത്തിൽ ചെന്നാൽ നിങ്ങൾ തൊഴുന്നുണ്ട്, ക്ഷേത്രത്തിൽ നിന്ന് ദേവൻ ഇങ്ങോട്ട് അനുഗ്രഹിച്ചോ, ഞാൻ തൊഴുതു ദേവൻ സ്വീകരിച്ചോ, ഈ വിഷയത്തിലൊക്കെ നമ്മളൊക്കെ വളരെ അറിവ് കുറഞ്ഞവരാണ് അല്ലേ? അതോ അറിവുണ്ടെന്നുള്ളവരുണ്ടോ ആരെങ്കിലും? ഇല്ല. നമ്മൾ ചെല്ലുന്നു, തൊഴുന്നു, വഴിപാട് കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെ നാമം ജപിക്കുന്നു, അല്ലെ സഹസ്രനാമം ജപിക്കുന്നു, എന്താണോ നമ്മളിൽ അത് നമ്മൾ ചെയ്യുന്നു, പോരുന്നു. ഈ ദേവൻ അനുഗ്രഹിച്ചുവോ, നമ്മൾ പ്രാർത്ഥിച്ച ഫലം ദേവൻ സ്വീകരിച്ചുവോ, ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുക? ഇതൊക്കെ അറിയാൻ പറ്റുന്നത് അവനവൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോണം. ജന്മൈശ്വര്യ ശ്രുതിശ്രീഭിരേതമാനമതപ്പുമാൻ നൈവാർഹത്യവിദാതും വൈ ത്വാമ കിഞ്ചന ഗോചരം. നമുക്ക് നല്ല കുടുംബമുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, പണമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ കുടുംബത്തിൽ സമാധാനമില്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്നർത്ഥം. അപ്പോൾ കുടുംബത്തിൽ വ്യക്തമായിട്ട് നമുക്ക് സമാധാനം ലഭിക്കുന്നുണ്ട് എങ്കിൽ നമുക്കപ്പോൾ വിചാരിക്കാം ധർമ്മദൈവം നമ്മളിൽ പ്രസാദിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നർത്ഥം. ധർമ്മദൈവത്തെ ആശ്രയിക്കാതെ ഒരു ദേവനെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അവനവൻ്റെ ധർമ്മദൈവം അപ്പോൾ വർഷത്തിൽ ഒരു തവണയല്ലേ ഉള്ളൂ. അത് നമ്മൾ ആ ദേവന് വേണ്ടി വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദേവൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ദേവനെ ആശ്രയിക്കേണ്ടതും നിരന്തരം വേണ്ടത് തന്നെയാണ്. മന്യേ കുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം. നമുക്ക് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വേണമെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നിത്യം ആ ഭഗവതിയുടെ പാദാംബുജത്തെ ആശ്രയിക്കുക തന്നെ വേണം. ഒരാപത്ത് വരുമ്പോൾ ഓടിച്ചെന്ന് വിളിക്കുന്നത് പോലെ തന്നെ സന്തോഷം വരുമ്പോഴും ചെന്ന് വിളിക്കാൻ പറ്റണം. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വരുമ്പോഴാണല്ലോ ഓടി ക്ഷേത്രത്തിലോട്ടോ അല്ലെങ്കിലോ ധർമ്മദൈവത്തിൻ്റെ അടുത്തോട്ട് വരിക. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. നിരന്തരം നിത്യം ആ ധർമ്മദൈവത്തെ ആശ്രയിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവൂ. ഇല്ലെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും നമുക്ക് സമാധാനക്കുറവായിരിക്കും.
ഒന്ന് ചിരിക്കാൻ, ഉള്ളിൽ സന്തോഷമുണ്ടായി ചിരിക്കാൻ പോലും പറ്റില്ല. എന്താ കാരണം? അതുപോലെ പ്രശ്നങ്ങളാണ്. നമ്മൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, എങ്കിലും പ്രശ്നങ്ങളാണ്. ഭാര്യ ഭർത്താവ് തമ്മിൽ ചേരുന്നില്ല, വിവാഹം നടക്കുന്നില്ല, പലരുടെയും മാതാപിതാക്കൾ തമ്മിൽ ചേർച്ചയില്ല, കുട്ടികൾ തമ്മിൽ ചേർച്ചയില്ല. ഇതൊക്കെ ഇപ്പോൾ എല്ലാ കുടുംബത്തിലും സർവ്വസാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ചിന്തിക്കേണ്ടേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വേണ്ടേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ പുറപ്പെട്ടു. ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു, ചുരിദാർ വാങ്ങിച്ചു കൊടുത്തു, സാരി വാങ്ങിച്ചു കൊടുത്തു, സിനിമയ്ക്ക് കൊണ്ടു, എല്ലാം കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ഉടനെ ഒന്നെങ്കിൽ കൊടുക്കേണ്ടതൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നിൽ എന്തൊക്കെയോ ന്യൂനത ഇപ്പോൾ നിലനിൽപ്പുണ്ട്, അതുകൊണ്ടാണ് ആ കുട്ടി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതേപോലെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറവ് കാണുന്നില്ല എങ്കിൽ അപ്പോൾ ചിന്തിച്ചോണം, നമ്മൾ ധർമ്മദൈവത്തെ ആശ്രയിക്കുന്നത് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വർഷത്തിൽ ഒരു തവണ വന്നുകൂടി ആ ദേവതയെ തൊഴുതു, ആ ദേവതയ്ക്ക് വേണ്ടതായിട്ടുള്ളതിനെയൊക്കെ നമ്മൾ സമർപ്പിച്ചു, തിരിച്ചുപോയി. പിന്നെ എന്താ വേണ്ടേ? നിരന്തരം ആ ദേവതയെ സ്മരിച്ച് വേണം ജീവിച്ചു പോവാൻ. ആ ദേവതയെ വിട്ട് വേറൊരു ദേവതയെ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങൾ ഭാഗവത സപ്താഹത്തിനൊക്കെ പോകാറുണ്ടോ? ഇല്ലേ? ചെല്ലുമ്പോൾ അവിടെ സ്ഥിരം കേൾക്കുന്ന ഒരു കീർത്തന, കല്ലു വേണോ നീല നിറം കോലും നല്ല കല്ലു വേണോ മല്ല വൈരി പേരോലുന്ന കല്ലു വേണമോ. ഇതാരെക്കുറിച്ച് പാടിയതാ? ഇത് ഏത് ദേവൻ്റെ മുമ്പിൽ പാടിയതാ? യാതൊരു മടിയും കൂടാണ് നിങ്ങൾ പറയും. ആരുടെ മുമ്പിലാണ്? ഗുരുവായൂരപ്പൻ്റെ മുമ്പിലാണ്. എന്നാ അല്ല. ഈ പാട്ടൊക്കെ പാടിയിട്ട് ഏറ്റവും അവസാനം വാഴകുന്നം പറയുകയാണ്, ഭവസൂനോ ദേശം തോറും ചുറ്റിപ്പിക്കണമെന്ന്. അയ്യപ്പ, എന്നെ കൃഷ്ണൻ്റെ കഥ പാടാൻ അനുഗ്രഹിക്കണമെന്ന്. ഹരശങ്കര ശിവശങ്കര ദുരിതങ്ങള ശിവനെ, ശിവനോട് പ്രാർത്ഥിക്കുന്നതാണോ? പ്രാർത്ഥിക്കുന്ന ശിവനോടാണ്. പക്ഷേ പ്രാർത്ഥിച്ചതെന്താ? ഹരിദാസ്യമോട് അനിശം മമ വളരാൻ വഴി വരണേന്ന്, എനിക്ക് കൃഷ്ണനിൽ ഭക്തി ഉണ്ടാക്കി തരണമേന്ന് ശിവനോട് പറയണം. അപ്പോൾ ഏതു ദേവൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാലും വേണ്ടതെന്താണ്? എൻ്റെ ധർമ്മദൈവത്തിൽ എനിക്ക് ഭക്തി ഉറക്കണമെന്ന് പ്രാർത്ഥിക്കാറാവണം. എൻ്റെ ധർമ്മദൈവം തന്നെയാണ് ഇവിടെ ശിവനായിട്ടിരിക്കുന്നത്, എൻ്റെ ധർമ്മദൈവം തന്നെയാണ് ഇവിടെ ഗുരുവായൂരപ്പനായിട്ടിരിക്കുന്നത്. എല്ലാ ക്ഷേത്രത്തിലും എൻ്റെ ആ ഭഗവതിയാണ് ഇരിക്കുന്നത്. അതാണ് അന്യദൈവം സമാശ്രയൽ എന്ന് പറഞ്ഞത്. ഒരിക്കലും വേറൊരു ദേവനെ ആശ്രയിക്കുക, ഈ ദേവൻ തന്നെയാണ് എല്ലായിടത്തും. അങ്ങനെ കണ്ടില്ലെങ്കിൽ എന്താ, അത് കുടിയെടുപ്പ് ദൈവമെന്നും ഇത് മുതലാളി ദൈവമെന്നും ഒക്കെ നമ്മുടെ ഭാവം വരും. അത് ചെറിയ ദേവൻ, ഇത് ചെറിയ ദേവൻ എന്ന് അങ്ങനെയില്ല. നിങ്ങളുടെ ശിരപ്പാണ്യാദിഷു പൊജിൽ എന്നാ പറയുക. നമ്മുടെ ശരീരാവയവങ്ങളിൽ എല്ലാ കണ്ണ് ചെയ്യുന്ന ആ പ്രവർത്തനം ചെവി ചെയ്യാറില്ല, ചെവി ചെയ്യുന്ന പ്രവർത്തനം മൂക്ക് ചെയ്യാറില്ല, കാല് ചെയ്യുന്ന പ്രവർത്തനം കൈ ചെയ്യാറില്ല. ഓരോ പ്രവർത്തനം ഓരോ അവയവങ്ങൾക്ക് വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ന അവയവം മോശമാണ്, ഇന്ന അവയവം കേമാണെന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? എല്ലാ അവയവങ്ങൾക്കും നമ്മൾ തുല്യ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അതോ അല്ലാണ്ടുണ്ടോ? ചെറുവിരൽ മുറിഞ്ഞാൽ പോട്ടെ, അതിന് വലിയ കാര്യമൊന്നും ഞാൻ കണക്കാക്കിയിട്ടില്ലെന്ന് നമ്മൾ വിചാരിക്കാറുണ്ടോ? ഇല്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ധർമ്മദൈവം തന്നെയാണ് എല്ലായിടത്തും ഒരുപോലെ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭാവം ആദ്യം ഉറക്കണം. അങ്ങനെ ഉറച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ എപ്പോഴും എന്തോ ഒരു സ്വസ്ഥത കുറവ് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും അനുഭവിച്ചുകൊണ്ടായിരിക്കണം. ആർക്കെങ്കിലും ഞാൻ പൂർണ്ണ സുഖവാനാണെന്നൊന്ന് കൈപൊക്കി കാണിക്കാവോ? ഞാൻ എല്ലാം കൊണ്ടും വളരെ സന്തോഷവാനാണെന്നൊന്ന് കൈപൊക്കി കാണിക്കാവോ? പറ്റില്ല. സത്യത്തിൽ നമ്മൾ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടതായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ധർമ്മദൈവങ്ങളെ വെച്ചിരിക്കുന്നത്.
പക്ഷെ അത് വിട്ടിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കണം മുഴുവൻ. ഈശ്വരനെ മറന്നാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ഉത്തരം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിപ്പോൾ ഒരാളൊരു 100 രൂപ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ 100 രൂപ തന്ന ആളോട് പറയും, അദ്ദേഹം അന്ന് ആ 100 രൂപ തന്നതുകൊണ്ടാണ് വലിയ ഉപകാരമായിപ്പോയി, ഞാൻ അദ്ദേഹത്തുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയും, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് വേണ്ടത് ആരോടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര കുട്ടികൾ ഗർഭത്തിൽ വെച്ച് മരിച്ചു പോകുന്നുണ്ട്? എത്ര പേര് കുട്ടികളായി ജനിച്ചപ്പോൾ മരിച്ചുപോയി? എത്ര പേര് ചെറുപ്പത്തിൽ മരിച്ചു പോകുന്നുണ്ട്? നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ എന്തേ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു? എത്ര പേരാ ദിവസവും മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തേ ജീവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? സരക്ഷിത രക്ഷിതി യോഹി ഗർഭേ, നിങ്ങളെ ഗർഭത്തിൽ വെച്ച് ആരാണോ രക്ഷിച്ചത് ആ ധർമ്മദൈവം ഇപ്പോഴും നിങ്ങളെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കണം. ആ ധർമ്മദൈവം എപ്പോൾ കൈവിട്ടുവോ അപ്പോൾ വീണിരിക്കും നിങ്ങൾ. ആ ധർമ്മദൈവത്തെ മറന്ന് ജീവിക്കരുത്. നിങ്ങൾ ഏത് ജോലിക്കും പോയിക്കോളൂ, ഏത് പ്രവർത്തന മേഖലയിൽ നിങ്ങൾ സഞ്ചരിച്ചുകൊള്ളൂ, ഒരു വിരോധവും ഇല്ല. അതൊക്കെ ഭഗവതിക്ക് സന്തോഷം തന്നെ. പക്ഷേ എന്നെ മറന്ന് ജീവിക്കരുത്, അത് തെറ്റ് തന്നെയാണ് എന്നർത്ഥം. ആ ധർമ്മദൈവത്തെയാണ് നമ്മൾ സദാ ആശ്രയിക്കേണ്ടത്. ആ ധർമ്മദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കരുത്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വേണോ? നിങ്ങൾ ഉയർച്ച എന്നൊക്കെ പറഞ്ഞ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഏതാണ്ട് വലിയ കോടീശ്വരനാകലെന്നൊക്കെയാണ്. അവനവന് സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഉയർച്ച. അതില്ലേ, എത്ര ഉയർന്നിട്ടും കാര്യമില്ല. കുടുംബത്തിൽ മാതാപിതാക്കളെ നോക്കുന്നില്ല, ഭാര്യയെ സംരക്ഷിക്കുന്നില്ല, കുട്ടികളെ വേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നില്ല എങ്കിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസം കൊണ്ടുണ്ടാവേണ്ടത്, ഞാൻ വന്നപ്പോൾ ഇവിടെ എന്നോരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടാവേണ്ടത് ക്യാരക്ടർ, സ്വഭാവ ശുദ്ധീകരണമാണ്. ഇന്നിപ്പോൾ തൊട്ട് മുമ്പ് ഈശ്വര പ്രാർത്ഥന എന്താ പറഞ്ഞേ? ഭക്തി ഉണ്ടാവണം, വിവേകം ഉണ്ടാവണം എന്നൊക്കെ തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ചല്ലോ. എന്താ വിവേകം? വിശേഷേണ വേർതിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് വിവേകം. ഇപ്പം സത്യം 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 എന്ന് പറയണു. എന്താ സത്യം, എന്താ അസത്യം, എന്താ ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് ജ്ഞാനം, എന്താണ് അജ്ഞാനം എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒന്ന് അസത്യം ഇന്നത് സത്യം എന്നൊന്ന് വേർതിരിച്ച് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതാണ് ജ്ഞാനം, ഏതാണ് അജ്ഞാനം എന്ന് വേർതിരിച്ചറിയാൻ പറ്റുമോ? ഏതാണ് നിത്യം, ഏതാണ് അനിത്യം എന്നൊന്ന് വേർതിരിച്ച് പറയാൻ പറ്റുമോ? അപ്പോൾ എനിക്ക് വിവേകം ഉണ്ടാവണമെന്ന് ആ ധർമ്മദൈവത്തോട് നിങ്ങൾ 5 മിനിറ്റ് മുമ്പ് എല്ലാവരും നമ്മൾ എണീറ്റ് എന്ന് പ്രാർത്ഥിച്ചില്ലേ? ആ വിവേകം ഉണ്ടാവണമെങ്കിൽ ഈ ധർമ്മദൈവത്തെ അതുപോലെ ആശ്രയിക്കണം. എന്നും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എന്നും വന്ന് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ കുടുംബത്തിൽ എന്നും ആ ദേവതയെ സ്മരിച്ചിട്ടേ ജീവിതം തുടങ്ങാവൂ. അതൊന്നും ഇന്ന് അങ്ങനെ പതിവൊന്നുമില്ല. രാവിലെ സൂര്യൻ എണീക്കുന്നു, എന്തെങ്കിലുമൊക്കെ നമ്മളിൽ അർപ്പണമാണെന്ന് വിചാരിച്ച് കുറേ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നു, രാത്രിയാവുന്നു, കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു, വീണ്ടും പഴയപടി. ഇല്ലേ? സൂര്യൻ്റെ പ്രകാശം നമ്മൾ സ്വീകരിക്കുന്നു, എന്തൊക്കെയോ ധർമ്മങ്ങൾ ചെയ്യുന്നു, രാത്രിയാകുമ്പോൾ സൂര്യൻ തിരിച്ചു പോകുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു. നിങ്ങൾ സൂര്യൻ്റെ പ്രകാശം സ്വീകരിച്ചതിന് പകരമായിട്ട് സൂര്യന് എന്തെങ്കിലും പകരം നിങ്ങൾ പൈസ വല്ലതും കൊടുത്തു വിട്ടോ? സൂര്യൻ്റെ പ്രകാശം കൊണ്ട് നിങ്ങൾ ഒരുപാട് ധർമ്മങ്ങൾ ഇവിടെ അനുഷ്ഠിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും പകരം നിങ്ങൾ കൊടുത്തായിരുന്നോ? കൊടുത്തോ ആരെങ്കിലും? ഇല്ല. പക്ഷേ ഈ സൂര്യൻ ഒരു സാധനം എടുത്തോണ്ടാ പോയെ, അത് കണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടായി സൂര്യൻ പോയത്. സൂര്യപ്രകാശം തന്നപ്പോൾ പകരം ഒരു സാധനം എടുത്തോണ്ടാ പോയെ. അതെന്താണെന്ന് മനസ്സിലായോ?
ആയുഷഖണ്ഡമാതായ രവിരസ്തമയം ഗത. ഒരു ദിവസത്തെ ആയുസ് എടുത്തുകൊണ്ടാണ് വിദ്വാൻ ഇവിടുന്ന് പോയത്. നിങ്ങളുടെ ഒരു ദിവസം കുറച്ചു ആ വിദ്വാൻ, അത് നിങ്ങൾ അറിഞ്ഞില്ല. രാത്രി നിങ്ങൾ ഉറങ്ങി, രാവിലെ എണീറ്റില്ലെന്ന് വിചാരിക്കുക. എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നത്തെ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ ഇന്നലെ രാത്രി അത്താഴം കഴിച്ച് കിടന്നതാകട്ടോ, രാവിലെ എണീറ്റില്ല. ബന്ധുക്കൾ കുറച്ചു നേരം കരയും, ഓക്കെ. നമ്മളോ, ഈ ഞാൻ ഇത്രയും കാലവും ഞാനെന്ന് വ്യവഹരിച്ച് നടന്നിരുന്ന നമ്മളോ എങ്ങോട്ടാ പോയേ? എന്താ വല്ലതും അറിയാവോ? ഒന്നും അറിയില്ല. അത് കഴിയുന്ന വിഷയമാണല്ലോ, അതെങ്ങനെയെങ്കിലും ആട്ടെന്ന് വെക്കാം. അപ്പോൾ ജീവിതത്തിൽ അവശ്യം എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്രയും കാലവും സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കണം. അതാണ് വേണ്ടത്. എൻ്റെ ഗുരുനാഥൻ പറയും, എന്നെ ദുഃഖിപ്പിക്കാൻ പറ്റിയ ഒരു സാധനം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അത്രേ. നമ്മളെ ദുഃഖിപ്പിക്കാൻ പറ്റിയ ഒരു സാധനം, നിങ്ങൾ സന്തോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ കാറ് വാങ്ങിച്ചത്. 3-ാം ദിവസം പോയി ഇടിച്ചപ്പോൾ അത് സന്തോഷമായോ ദുഃഖമായോ? ഫ്രിഡ്ജ് വാങ്ങിച്ചതിൻ്റെ 2-ാം ദിവസം ഇടി വെട്ടിയത്, ഫ്രിഡ്ജൊക്കെ പോയി. ഫ്രിഡ്ജ് എന്തിനു വേണ്ടി വാങ്ങിച്ചതായിരുന്നു? സന്തോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഏതൊരു വസ്തു വാങ്ങിക്കും, നമുക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആ വസ്തുവിൽ നിന്ന് പിറ്റേ ദിവസം അല്ലെ കുറച്ച് കാലം കഴിയുമ്പോൾ ദുഃഖമുണ്ടാവുന്നെങ്കിൽ വസ്തു ഒരിക്കലും സുഖം തരുന്നതല്ലെന്നെങ്കിലും മനസ്സിലാക്കണ്ടായിരുന്നോ? പുറത്തുനിന്നൊരു വസ്തുവിൽ നിന്ന് സുഖവും ദുഃഖവും ഒരുപോലെ വരുന്നുവെങ്കിൽ ആ വസ്തുവിന് നിത്യമായിട്ടൊരു സുഖം തരാൻ പറ്റില്ല എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? അപ്പോൾ പറഞ്ഞു വന്നത്, അവനവൻ്റെ ഉള്ളിലാണ് സന്തോഷം ഉണ്ടാവേണ്ടത്. അത് അവനവൻ കൽപ്പിച്ചെടുക്കേണ്ടതാണ്. അതിനാവശ്യം വേണ്ട മാർഗം ധർമ്മദൈവത്തെ ആശ്രയിക്കുകയേ ഉള്ളൂ. മറ്റു പുറത്ത് കാണുന്ന വസ്തുക്കളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിലേക്ക് തന്നെ ലയിച്ചു പോകേണ്ടതാണ്. യാതൊരു സംശയവുമില്ല. നമ്മളെത്ര പിടിച്ചു വെച്ചാലും അത് നിൽക്കില്ല. ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല. ഇതല്ലെങ്കിൽ നാളെ ഇത് പോയേ പറ്റൂ. അതിൽ പ്രകൃതി നിയമമാണ്. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കണം. അതിന് വേണ്ടത് അവനവൻ ഇപ്പം ഗുരുവായൂർ അപ്പം മാത്രം മതിയായിരുന്നു എങ്കിൽ ഈ കേരളത്തിൽ ഒരു ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം മാത്രം പോരായിരുന്നോ? അല്ലെ ഒരു ഭഗവതി മാത്രം മതിയായിരുന്നുവെങ്കിൽ ഒരു ചോറ്റാനിക്കര അമ്മയോ അല്ലെ ഒരു കൊടുങ്ങല്ലൂർ അമ്മയോ പോരായിരുന്നോ? എന്തിനാ ദേശാന്തരം തോറും ക്ഷേത്രങ്ങളും അതുപോലെ കുടുംബദേവതകളെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ആ ദേവതയെ ആശ്രയിച്ച് വേണം നമ്മൾ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ. ക്ഷേത്രത്തിൽ അവരെ ദേവനെ ഉണർത്താൻ ശംഖ് വിളിക്കും, നിങ്ങൾ കേൾക്കാറില്ലേ? അതവിടെ നടന്നോളും, നമ്മുടെ വിഷയമൊന്നുമല്ല എന്നല്ല ചിന്തിക്കേണ്ടത്. എന്നെ സംരക്ഷിക്കുന്നത്, ഞാൻ ആശ്രയിക്കുന്ന ദേവൻ ഉണർന്നിരിക്കുന്നു, ഇനി ഞാൻ ഉറങ്ങാൻ പാടില്ല എന്നാ ശംഖുവിളിയുടെ അർത്ഥം. നമ്മൾ എണീറ്റിരിക്കണം. അരുണോദയ വേളായാം നിർമാല്യം ശല്യതാം വ്രജൽ. സൂര്യപ്രകാശം അടിച്ചു തുടങ്ങിയാൽ പിന്നെ തലേ ദിവസത്തെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അത് രോഗമായിട്ട് മാറിയിരിക്കും. സൂര്യപ്രകാശം അടിച്ചാൽ ശരീരത്തിലുള്ള നിർമാല്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിയും, അത് രോഗമായിരിക്കും. അതുകൊണ്ടാണ് പണ്ട് നേരത്തെ എണീക്കണമെന്നും കുളിക്കണമെന്നും ഒക്കെ വ്യവസ്ഥ വെച്ചിരുന്നത്. ഇതാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. രാവിലെ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ഇതൊക്കെ എന്തിനാ? ഈ സൂര്യൻ വരുമ്പോൾ സൂര്യപ്രകാശം അടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്നെല്ലാം ഉള്ളിലേക്ക് വലിയും, അതൊക്കെ രോഗകാരണമായിട്ട് മാറും. അതുകൊണ്ട് രാവിലെ എണീക്കണം. എണീറ്റാലോ ഈ ധർമ്മദൈവത്തെ സ്മരിച്ചിട്ട് വേണം ജീവിതം മുന്നോട്ട് പോകാൻ. യാതൊരു മടിയും വിചാരിക്കാണ്ട് ഭഗവതിയെ ആശ്രയിക്കാൻ പഠിക്കണം. അതിനൊക്കെ പണ്ട് മന്ത്രോപദേശം എന്നൊക്കെ പറഞ്ഞ് ഓരോ വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചു. മന്ത്രോപദേശം ഗുരുവിൻ്റെ മുഖത്തുനിന്ന് കിട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ മന്ത്രങ്ങൾ ശുദ്ധമായി ജപിക്കാൻ വേണ്ടിയിട്ടാണ്, തെറ്റുകൂടാണ്ട് ജപിക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റുകൂടാണ്ട് ജപിക്കാൻ പറ്റുമെങ്കിൽ ആ ഭഗവതിയുടെ മന്ത്രങ്ങളെ നിരന്തരം ജപിക്കുക. പിന്നെ ആവശ്യം വേണ്ട ഒരു കാര്യം, ചെന്നാൽ പ്രാർത്ഥനകൾ,
അത് വേണം, ഇത് വേണം, എനിക്കത് നേടിത്തരണം, എനിക്കിത് നേടിത്തരണം എന്നുള്ള പ്രാർത്ഥനകൾ പരമാവധി ഒഴിവാക്കുക. ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ദേവൻ അറിഞ്ഞുകൂടെ? നിങ്ങൾ ആ ദേവനെ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ ദേവനെ ആശ്രയിക്കുന്ന ആ ദേവൻ അറിഞ്ഞുകൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്? അറിയില്ലേ? അതോ ആ ദേവൻ അറിയില്ല എന്നുണ്ടോ? അറിയാം. പിന്നെ ഇത് പറയണോ? പിന്നെ അത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്നാണെങ്കിൽ നമ്മുടെ മനസ്സ് കച്ചവട സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ദേവനെയും കച്ചവട ഭാവത്തിലേക്കാണ് മാറ്റും. ഞാൻ പൈസ കൊടുക്കുന്നു, എനിക്ക് പകരം തരണം. നമ്മളൊരു കടയിൽ ചെന്ന് പൈസ കൊടുത്താൽ പകരം അവിടുന്ന് സാധനം വേണമെന്നാണല്ലോ വ്യവസ്ഥ. ഇതിനാണല്ലോ കച്ചവടം എന്ന് പറയുക. ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നാലും ഈ വ്യവസ്ഥയാണ്. ഞാൻ 500 രൂപ ഇട്ടാൽ എനിക്കതിന് കിട്ടിയിരിക്കണം. അതൊരിക്കലും ധർമ്മദൈവങ്ങളുടെ മുമ്പിലില്ല. ക്ഷേത്രങ്ങളിലും പാടില്ല എന്ന് തന്നെയാണ് നിയമം. ക്ഷേത്രത്തിൽ ചെന്നാൽ ഏത് വഴിപാടാണോ കഴിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് കഴിക്കുക, നമ്മൾ പ്രാർത്ഥിക്കേണ്ട നാമങ്ങളെ ജപിക്കുക, പോരുക. ഫലം കാലത്തിലിവിടെ എത്തിക്കൊള്ളും. നിങ്ങളൊരു തെങ്ങ് നട്ടു, അല്ലെ ഒരു പ്ലാവ് നട്ടു, അല്ലെ ഒരു ചെടി എന്തെങ്കിലും നട്ടിട്ട് പിറ്റേ ദിവസം തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? എവിടെയെങ്കിലും കിട്ടിക്കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യാനി പൂർവതപസാ കലു സഞ്ചിതാനി കാലേ ഫലന്തി പുരുഷസ്യ യഥൈവ വൃക്ഷ. വൃക്ഷങ്ങൾ എങ്ങനെയാണ് കാലത്തിൽ ഫലം തരുന്നത്, അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം കൃത്യമായിട്ട് കറങ്ങി നമ്മളിൽ എത്തിച്ചേർന്നിരിക്കും. അതിനായിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നർത്ഥം. ഇനി ഫലശ്രുതികളൊക്കെ അത് ജപിച്ചാൽ ഇത് കിട്ടും, ഇത് ജപിച്ചാൽ അത് കിട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫലശ്രുതികൾ പറയുന്നുണ്ടല്ലോ. ഈ ഫലശ്രുതികളൊക്കെ ആ ജപാദികളിൽ താല്പര്യമുണ്ടാവാൻ വേണ്ടി മാത്രമുള്ളതാണ്. കിട്ടാം, കിട്ടാതിരിക്കാം. ഒരു കുട്ടിക്ക് അസുഖം വന്നു, അതിന് കഷായം കൊടുക്കണം. അമ്മയോട് പറഞ്ഞു ഇത് 3 നേരം ഈ കഷായം കുട്ടിക്ക് കൊടുക്കണമെന്ന് വൈദ്യം കൽപ്പിച്ച് വ്യവസ്ഥ ചെയ്തു. കുട്ടി ജന്മം ചെയ്ത കഷായം കുടിക്കില്ല. കാരണം എന്താ? അതുപോലെ കയ്പ്പാണതിന്. പക്ഷേ അമ്മയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ അടുത്ത മാർഗ്ഗമാണ് പിന്നെ ആലോചിക്കേണ്ടത്. എന്താ? കൽക്കണ്ടം തരാം, മുന്തിരിങ്ങ തരാം, ഓറഞ്ച് തരാം, ആപ്പിൾ തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ്. കുട്ടി കൽക്കണ്ടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കുട്ടി എന്തു ചെയ്യും? കഷായം കഴിക്കും. അമ്മ ചിലപ്പോൾ ഒരു കൽക്കണ്ടം കൊടുത്തു എന്നും വരാം. കുട്ടിയോട് ചോദിക്കുക കഷായം കഴിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ കുട്ടി എന്ത് പറയും? കൽക്കണ്ടം കിട്ടും എന്ന് പറയും. സത്യത്തിൽ കഷായത്തിൻ്റെ ഫലം എന്താണ്? രോഗം മാറലാണ്. ഇതേപോലെയാണ് കർമ്മങ്ങളുടെ ഒക്കെ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. രോചനാർത്ഥ ഫലശ്രുതി. വിഷയത്തിൽ താല്പര്യമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഫലശ്രുതി. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ വഴിപാട് കഴിക്കണം, വഴിപാട് കഴിച്ചുകൊള്ളൂ, പ്രാർത്ഥിച്ചുകൊള്ളൂ, ഫലം വേണമെന്ന് പ്രതീക്ഷിക്കരുത്. അത് കൃത്യമായിട്ട് കിട്ടിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. നല്ലതാണോ? നല്ല ഫലം. നമ്മൾ ചെയ്തത് ചീത്തയാണെങ്കിൽ ചീത്ത ഫലം. ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടുംബദേവത അടുത്തായാലും, ഞാനിന്ന് തൊഴാൻ അവിടെ വന്നപ്പോൾ അവിടെ സർപ്പപൂജ നടക്കുന്നുണ്ട്. നമ്മൾ ചെന്നാൽ ചെയ്യേണ്ട പ്രവൃത്തികൾ അനവധിയുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ക്ഷേത്രത്തിലെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, യാതൊരു സംശയവും വേണ്ട. നമ്മളിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റിൽ ചെന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെന്നാൽ ആ ഓഫീസിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതേപോലെയാണ് ക്ഷേത്രത്തിലെ നിയമങ്ങൾ. ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. അത് ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ധരിക്കരുത്, നമുക്ക് വേണ്ടിയിട്ടാണ്. ഒരു കിണർ പണിത് അതിന് വേലി കെട്ടി അതിനെ വലയിട്ട് മൂടി ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നത് ആ കിണറിന് വേണ്ടിയിട്ടല്ല, ആ കിണറിൽ നിന്ന് ജലം സ്വീകരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടാണ് ആ നിയമങ്ങൾ മുഴുവൻ. കർമ്മശുദ്ധി, മനഃശുദ്ധി, കർമ്മശൗചം, മനഃശൗചം, കുലശൗചം ച ഭാരത, ശരീരശൗചം, വാക്ശൗചം, ശൗചം പഞ്ചവിധം സ്മൃതം എന്ന മഹാഭാരതത്തിൽ മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് പറയുന്നു. അതിൽ അവശ്യം പറഞ്ഞു വാക്ശൗചം എന്ന്. വാക്ക് വളരെ ശുദ്ധമായിരിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് ക്ഷേത്രങ്ങളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആഭാസ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോൾ കഷ്ടം എന്നേ പറയാനുള്ളൂ. വാക്ക് വളരെ ശുദ്ധമായിരിക്കണം. നിങ്ങൾ കുടുംബത്തിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വയ്യാണ്ടിരിക്കുകയാണ്, അവർക്കുള്ള മരുന്നുമൊക്കെ കൊടുത്താൽ കുട്ടികളെ സ്കൂളിലുമൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ആ കുടുംബക്ഷേത്രത്തിൽ പോയി കുറച്ച് വർത്തമാനം പറഞ്ഞു വരാമെന്നും പറഞ്ഞാണോ പോന്നേ?
ആണോ? അല്ല, യാതൊരു സംശയവുമില്ല. നമ്മൾ ക്ഷേത്രത്തിൽ പോയത് വർത്തമാനം പറയാനായിട്ടല്ല. അങ്ങനെ പറഞ്ഞല്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നിരിക്കണത്. പക്ഷെ ഇവിടെ വന്നിപ്പോൾ സംഭവിച്ചത് എന്താ? കുടുംബകാര്യങ്ങൾ പറഞ്ഞാൽ തീരുന്നില്ല. ഇന്നലെയും കൂടെ കണ്ടതാ. വന്നത് അതിനല്ല എന്നുള്ള ഭാവം വേണം. നമ്മൾ ക്ഷേത്രത്തിൽ വന്നത് ആ ദേവനെ അറിയാനാണ്, ആ ദേവനെ പ്രാർത്ഥിക്കാനാണ്. അതായിരുന്നു വേണ്ടത്. അതാണ് ശ്രേഷ്ഠവും. ഗുരുവായൂരിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഗുരുവായൂർ പോയിട്ട് തിരിച്ച് വന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ പോയ വഴി പോയ മാർഗ്ഗങ്ങൾ മുഴുവൻ നമ്മൾ പറയും. താമസിച്ച ഹോട്ടലിൻ്റെ പേര് പറയും, കഴിച്ച ഭക്ഷണങ്ങൾ പറയും. ഗുരുവായൂരപ്പനെ കണ്ട കാര്യം മാത്രം പറയില്ല. എന്താ കാരണം? ഗുരുവായൂരപ്പനെ കണ്ടില്ല, പോയി തൊഴുതിച്ച് പോന്നേ ഉള്ളൂ. അത് തന്നെയാണ് വിഷയവും. അപ്പോൾ അവനവൻ്റെ കുടുംബത്തിൽ സ്വസ്ഥത വേണമെങ്കിൽ ക്ഷേത്രത്തിൽ വന്നു. വളരെ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാനെ അറിയാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഏതാന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കണു മൗനം എന്ന്. തൂഷ്ണീം ഭവേൽ നിജസുഖാനുഭവോ നിരീഹാന്ന്. മൗനമായിട്ടിരിക്കൂ ഉദ്ധവാന്ന്. നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമായിരിക്കണം. അതിന് വർത്തമാനം പറയലോ നാമം ജപിക്കലോ ഒന്നുമല്ല വേണ്ടത്. നാമം ജപമൊക്കെ നമ്മുടെ മനസ്സിനെ ശുദ്ധാക്കാനുള്ള മാർഗങ്ങളാണ്. മൗനത്തിൻ്റെ പവർ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിലോ അല്ലെ അമ്മയും മകനും തമ്മിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഒരടിയോ അല്ല 2 വഴക്കോ പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ കൊണ്ട് തീരും. മറിച്ച് ഒരു 3-4 ദിവസം മിണ്ടാണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം അമ്മ എന്നോടൊരു 3 ദിവസമായിട്ട് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എത്രമാത്രം വിഷമമാണ് ഉള്ളിൽ അടിച്ചുകൊണ്ടിരിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ വിഷമമാണ് നമുക്ക് പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അമ്മ മിണ്ടാണ്ടിരിക്കുന്നു അല്ലെ മകൻ മിണ്ടാണ്ടിരിക്കുന്നെങ്കിൽ നമുക്കുണ്ടാവുന്ന വിഷമം അതിഭയാനം. മറിച്ച് അന്നേരം ഒരു തല്ലിയാൽ അത് അവിടെ കൊണ്ട് തീർന്നു പോയേ. അത്രയും പവറുണ്ട് ഈ മൗനത്തിന്. 10 മിനിറ്റ് വളരെ മനസ്സ് സമാധാനമാക്കി വെക്കണം. മൗനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം. അത് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നാമജപങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി മൗനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളെ കൽപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോഴും ഏറ്റവും ആവശ്യം വേണ്ടത് എന്താ? ധർമ്മദൈവത്തെ ആശ്രയിക്കുക. ധർമ്മദൈവത്തിലേക്ക് ആശ്രയിച്ചാൽ മനസ്സ് വളരെ സന്തോഷമാവും. മറിച്ച് നിങ്ങൾ പല ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെ 10 ഇരട്ടി ഗുണമുണ്ടാവും നിങ്ങളുടെ ധർമ്മദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരുന്ന. ഞാൻ ഗുരുവായൂരോ ശബരിമലയിലോ ചോറ്റാനിക്കരോ ഒന്നും ഞാൻ പോകാറില്ല. ആ ദേവനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല കേട്ടോ, പോകണ്ടെന്നുള്ളത് കൊണ്ടുമല്ല. എൻ്റെ ധർമ്മദൈവം തന്നെയാണ് ഈ ഗുരുവായൂരിയിരിക്കുന്നത്. എൻ്റെ ധർമ്മദൈവം തന്നെയാണ് ഈ ചോറ്റാനിക്കര ഇരിക്കുന്നത്. എല്ലാം ആ ധർമ്മദൈവത്തെ വിട്ട് എനിക്കൊരു ജീവിതമില്ല. എത്ര കാലമാണോ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടത്, ഈ കുടുംബത്തിൽ വന്ന് ഞാൻ ജനിച്ചെങ്കിൽ ഈ കുടുംബ ധർമ്മദൈവത്തിൻ്റെ ആശ്രയം എനിക്ക് ഉണ്ടായേ പറ്റൂ. അതാണ് നിയമം. അപ്പോൾ എനിക്ക് എൻ്റെ ധർമ്മദൈവം തന്നെയാണ് ശ്രേഷ്ഠം. അത് വിട്ട് എനിക്കിനി ഒരു മാർഗമില്ല. ഞാനിത് ആരെയും ബോധിപ്പിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ. നിങ്ങളെല്ലാവരും ആദ്യം ധരിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇതൊന്നും ആരെയും ബോധിപ്പിക്കാനുള്ളതല്ല. ഈശ്വരനില്ല എന്ന് പറയുന്നവരോട് മറുപടി കൊടുക്കാൻ ഈശ്വരനില്ല എന്ന് അതൊന്നും അല്ല നമ്മുടെ ആവശ്യം. എനിക്കെൻ്റെ ധർമ്മദൈവത്തെ വിട്ട് ജീവിക്കാൻ പറ്റില്ല. ഭക്തിയുടെ നിർവചനം നാരദ മഹർഷി പറയുമ്പോൾ സമർപ്പിതാഖിലാചാരത തത് വിസ്മരണേ പരമവ്യാകുലത ഇതി ഭക്തി എന്നാണ് പറയും. എന്താ ഭക്തി എന്ന് ചോദിച്ചാൽ എന്താ ഭക്തി എന്ന് നാരദനോട് ചോദിച്ചപ്പോൾ നാരദൻ പറയുകയാണ്, നിരന്തരം ഈശ്വരഭജനം ചെയ്തു പോകണം. ഒരു ദിവസം ഈശ്വരഭജനം ചെയ്യാൻ പറ്റാതെ വന്നാൽ അപ്പം ഹൃദയം പൊട്ടണം എന്നാണ് പറഞ്ഞ്. സമർപ്പിതാഖിലാചാരത തത് വിസ്മരണേ പരമവ്യാകുലത ഇതി ഭക്തി എന്ന് പറഞ്ഞു. പൊട്ടിക്കരയണം, ഭഗവാനെ പറ്റിയില്ലല്ലോ എന്ന്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ ടേപ്പ് റെക്കോർഡർ പോലെയാണല്ലോ. 10 ദിവസം നാമം ജപിച്ച് 11-ാം ദിവസം കോയമ്പത്തൂർ ചിറ്റയുടെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. നാമജപം ഒന്നും ഉണ്ടായില്ല. നമുക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല.
ടേപ്പർക്കാർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സഹസ്രനാമം ചോദിച്ചു, ഇടയ്ക്കൊന്ന് കറണ്ട് പോയി, അതിന് വല്ല വികാരമുണ്ടോ? അതിനൊരു വികാരവും ഇല്ല. നമ്മളും അങ്ങനെ തന്നെയാണ്. 10 ദിവസം നാമം ജപിച്ചു, 11ാം ദിവസം ജപിച്ചില്ലേ, നമുക്കൊരു വികാരവും ഇല്ല. അങ്ങനെയല്ല, 11ാം ദിവസം ജപിക്കാൻ പറ്റാതെ വന്നാൽ പൊട്ടിക്കരയണം, കണ്ണിക്കൂടെ വീഴണം ജലം. സാധിച്ചില്ലല്ലോ ഭഗവാനെ ഭജിക്കാൻ. ഇതാ ഭക്തി എന്ന് പറയുക. പാവിധ ഭക്തിയോ, നമ്മൾ ക്ഷേത്രത്തിൽ പോകണു, വഴിപാട് കഴിക്കണു. ഇപ്പം നമ്മൾ ദിവസവും അമ്പലത്തിൽ പോകണു, പൂവ് അല്ല എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നു. ഒരു ദിവസം പോകാൻ പറ്റിയില്ല, നമുക്ക് പ്രത്യേകം അങ്ങനെയല്ല. പറ്റിയില്ലേ, വിഷമം ഉണ്ടാവണം. ഇപ്പോൾ വിദേശത്ത് ജോലിക്ക് പോയ ഒരു മകൻ വർഷാവർഷം വരുമ്പോൾ ഒരു സെറ്റ് മുണ്ട് വാങ്ങിച്ച് മുത്തശ്ശിക്ക് കൊണ്ട് കൊടുക്കും. എല്ലാ വർഷവും വരും, ഒരു സെറ്റ് മുണ്ട് കൊടുക്കും, പ്രത്യേകിച്ചൊന്നുമില്ല, കൊടുക്കും. ഒരു വർഷം വന്നപ്പോൾ മകൻ വിചാരിച്ചു, ഇപ്പോൾ ആ മുത്തശ്ശിക്ക് ഇഷ്ടം പോലെ സെറ്റ് മുണ്ടായി, അലമാരി നിറഞ്ഞു, മുത്തശ്ശിയാണ് ഉപയോഗിക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ഈ വർഷം സെറ്റ് മുണ്ട് വേണ്ടാന്ന് വെച്ചാൽ ആ മുത്തശ്ശിക്ക് ഉണ്ടാകുന്ന വിഷമം എത്ര ഭയങ്കരമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടോ? സെറ്റ് മുണ്ട് വേണ്ടിയിട്ടാണോ ആ മുത്തശ്ശി അവിടെ ഇരിക്കണത്? അല്ല, എൻ്റെ ഉണ്ണി വരും, എനിക്കൊരു സെറ്റ് മുണ്ട് തരും. അതുമാത്രമേ ഉള്ളൂ ധർമ്മദൈവത്തിനും ചിന്ത. എൻ്റെ മകൻ വരും, 10 നാമം ജപിക്കും, അല്ലെ ഒരു തുളസിപ്പൂ എനിക്ക് തരും എന്ന് വിചാരിച്ചിരുന്ന ഭഗവതിയുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. നിങ്ങൾ നിരന്തരം നാമം ജപിച്ചു, ഒരു ദിവസം ജപിക്കാണ്ട് വന്നപ്പോൾ ഉണ്ടായ വിഷമം നിങ്ങളെക്കാളും കൂടുതൽ ആ ഭഗവതിക്കുണ്ടായിരുന്നു നിങ്ങൾ ധരിച്ചില്ല. അപ്പോൾ ധർമ്മദൈവത്തെ വിട്ട് ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകരുത്. ആ ധർമ്മദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് സദാ, അങ്ങനെയൊക്കെ പറ്റുമോ? എപ്പോഴും ഭഗവതിയെ വിചാരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമോ? ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടപ്പുണ്ട് ഇല്ലേ? നിങ്ങളുടെ മകൻ ആശുപത്രി കിടക്കുക, കൂട്ടി നിൽക്കണം. രാവിലെ വീട്ടിൽ വന്ന് സർവ്വ പണിയും ചെയ്ത് 10 മണിയാകുമ്പോൾ ഈ മകനുള്ളതായ ആഹാരവും കൊണ്ട് പോകണം. നിങ്ങളിതൊക്കെ ചെയ്യുമ്പോഴും, ആ വീട്ടിൽ വന്ന് സർവ്വ പണി ചെയ്യുമ്പോഴും നിങ്ങളുടെ വിചാരം മുഴുവൻ എവിടെ ആയിരിക്കും? ആശുപത്രി കിടക്കുന്ന മകനെ ആയിരിക്കും. അപ്പോൾ സർവ്വ പ്രവൃത്തി ചെയ്യുമ്പോഴും വേറൊന്നിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അനുഭവമില്ലേ? ഇതേപോലെ സർവ്വ പ്രവൃത്തികളും നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ മനസ്സ് എപ്പോഴും അവനവൻ്റെ ധർമ്മദൈവത്തെ ആശ്രയിച്ച് നിലനിൽക്കാൻ പഠിച്ചിരിക്കണം. അതിനെയാണ് ഭക്തി എന്നും ഈശ്വരനിൽ താല്പര്യം എന്നൊക്കെ പറയുക. അതുണ്ടാവണം, ഉണ്ടായേ പറ്റൂ. അതിന് നിരന്തരം എന്നും വരാൻ പറ്റുമെങ്കിൽ എന്നും വന്ന് തൊഴുതു പോയിരിക്കണം. പറ്റിയില്ലേ, അവനവൻ്റെ കുടുംബത്തിൽ വിളക്ക് രാവിലെ കത്തിച്ച് നമസ്കരിച്ചിരിക്കണം, അല്ലെങ്കിൽ 10 നാമം ചൊല്ലിയിരിക്കണം ആ ഭഗവതിയുടെ. അതിനെയാണ് ആശ്രയം. ഭാഗവതത്തിൽ 10 സ്കന്ധം പറയുന്നതിൽ അവസാനം പറയുന്ന പദം ആശ്രയമാണ്. എങ്ങനെ ആശ്രയിക്കണം എന്നാണ് പറയണത്. അത് പറഞ്ഞത് ഇങ്ങനെയാണ്, നിരന്തരം ആശ്രയിക്കാൻ പറ്റണം. ആയിക്കോട്ടെ. സമയക്കുറവ് വളരെ പ്രധാനമായിരുന്നു. കാലദോഷം കൊണ്ടാണോ ദേശദോഷം കൊണ്ടാണോ ഇന്നെല്ലാം താമസിപ്പിച്ചു. ഇവിടെ ഭഗവതി താമസിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഏതൊക്കെയായാലും താമസമുണ്ടായി, അതിനൊന്നും വിഷമമൊന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള വിഷയത്തിൽ വിഷമങ്ങളൊന്നുമില്ല. ഏതൊക്കെയായാലും ഭഗവതിയുടെ ദീപാരാധന തൊഴാറായി എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തൊഴുമ്പോഴൊക്കെ പ്രാർത്ഥന ഇത്രയേ ഉണ്ടാവുള്ളൂ. ആ ഭഗവതിയിൽ എനിക്കിനി അഹൈതുഹി ഭക്തി, വേറൊരു കാരണമില്ലാതെ എനിക്ക് ആ ഭഗവതിയെ ഭജിക്കണം. ഇപ്പം നമ്മളൊക്കെ എനിക്ക് മകൻ്റെ കല്യാണം നടക്കണമെന്നും അല്ലെ മകളിലെ കെട്ടിച്ചയക്കാൻ പറ്റണമെന്നും കെട്ടിടം വെക്കണമെന്നും രോഗങ്ങൾ മാറണമെന്നും ഒക്കെയുള്ള ഏതെങ്കിലും ഒരു ഹേതു കാരണമാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ തൊഴുന്നതും ഭഗവാനെ തൊഴുന്നതുമൊക്കെ. അതൊക്കെ മാറിയിട്ട് അഹൈതുകി, എനിക്കൊരു ഹേതു വേണ്ട എൻ്റെ ഭഗവാനെ ഭജിക്കാൻ, എനിക്കൊരു കാരണം വേണ്ട എൻ്റെ ഭഗവതിയെ എനിക്ക് ഭജിക്കാൻ, എനിക്കത് ഭജിച്ചേ പറ്റൂ. അത് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ധർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതുമാത്രമേ പറയാം. ഇനിയൊരു അവസരം ഉണ്ടാകുമ്പോൾ, കൂടുതൽ പറയേണ്ട കാലമൊക്കെ വരുമ്പോൾ, ക്ലാസ്സൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ പഠിക്കാൻ പറ്റും. പറഞ്ഞതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മടിയൊന്നും ഇനി ഇവിടെ വെച്ച് ചോദിക്കാൻ മടിയാ, മറ്റുള്ളവരെന്ത് വിചാരിക്കും
അവർക്ക് വളരെ മോശമല്ലേ, അയ്യോ ഞാൻ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ ധരിക്കും. അങ്ങനെ ഒന്നും ധരിക്കണ്ട. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എഴുതി ചോദിച്ചാലും മതി, ഞാൻ മറുപടി തന്നുകൊള്ളാം. അതിനൊന്നും പേടിയൊന്നും. അതുപോലെ ഇന്ന ചോദ്യമാണോ, അത് ചെറിയ ചോദ്യമാണോ അല്ലെങ്കിൽ വലിയ ചോദ്യമാണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് സംശയമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ വിഷയത്തിൽ ഈശ്വരപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യത്തിൽ ഏത് വിഷയത്തിലും നിങ്ങൾക്ക് സംശയം ചോദിക്കാം. പ്രമാണസഹിതം എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് ഞാനൊരു വിഷയം എങ്ങും അവതരിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ മഹാഭാരതമോ അല്ലെ ഭാഗവതമോ അല്ലെ അതുപോലെ സ്മൃതികളിലൊക്കെ പ്രമാണം പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സമയം ഉണ്ടാവില്ല, പിന്നെ ചോദിക്കാം. ഇപ്പോൾ എൻ്റെ സമയക്കുറവല്ല കേട്ടോ, ദീപാരാധനയായി, അതുകൊണ്ടാണ്. ഇപ്പോൾ പോയി തൊഴുതിട്ട് വന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. യാതൊരു സംശയവും മടിയും വേണ്ട, മറുപടി തന്നിരിക്കും. ഇന്ന് ചോദിക്കാൻ പറ്റിയില്ലേ, നിങ്ങൾക്ക് ശംഭുവിനോട് ചോദിച്ചാൽ വാട്സപ്പ് നമ്പർ തരും, ചോദിച്ചാൽ മതി. ഞാൻ ഇന്നയാളാണ്, ഇന്ന സംശയമാണ് ചോദിച്ചാൽ മറുപടി തന്നിരിക്കും. അപ്പോൾ വളരെ സമയപരിധിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നല്ലോ.